പീരുമേട് പഞ്ചായത്തിൽ വർദ്ധിച്ചുവരുന്ന കാട്ടാന ശല്യത്തിനെതിരെ CPIMന്റെ പീരുമേട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ RRT ഓഫീസിലേക്ക് ഉപരോധം സംഘടിപ്പിച്ചു. പീരുമേട് പഞ്ചായത്തിന്റെ വിവിധ ജനവാസ മേഖലകളിൽ കഴിഞ്ഞ നാളുകളിലായി കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമായി വന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷിയിടങ്ങളിൽ രാത്രികാലങ്ങളിലെത്തുന്ന കാട്ടാന വൻ നാശങ്ങളാണ് വിതച്ചുകൊണ്ടിരിക്കുന്നത്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്തുക, ആവശ്യമായ ഫെൻസിംഗ് സ്ഥാപിക്കുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CPIMന്റെ നേതൃത്വത്തിൽ RRT ഓഫീസിലേക്ക് ഉപരോധ സമരം സംഘടിപ്പിച്ചു. ഉപരോധ സമരം CPIM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R തിലകൻ ഉദ്ഘാടനം ചെയ്തു. CPIM പാമ്പനാർ ലോക്കൽ സെക്രട്ടറി YM ബെന്നി അധ്യക്ഷനായിരുന്നു. CPIM പീരുമേട് ഏരിയ സെക്രട്ടറി S സാബു, പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ദിനേശൻ, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ CR സോമൻ, പീരുമേട് ലോക്കൽ സെക്രട്ടറി VS പ്രസന്നൻ, ലാഡ്രം ലോക്കൽ സെക്രട്ടറി V ഷൈജൻ, ബ്ലോക്ക് മെമ്പർമാരായ PM നൌഷാദ്, സ്മിത മോൾ, പഞ്ചായത്ത് അംഗങ്ങളായ AJ തോമസ്, A രാമൻ എന്നിവർ നേതൃത്വം നൽകി. അതിനു മുകളിൽ ഡെപ്യൂട്ടി റേഞ്ചറുണ്ട്, വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന മുറിഞ്ഞപുഴ ഫോറസ്റ്റ് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഡെപ്യൂട്ടി റേഞ്ചറുണ്ട്, എരുമേലി റേഞ്ചറുണ്ട്, അതിനു മുകളിൽ കോട്ടയം DFO ഉണ്ട്. ഈ ഉദ്യോഗസ്ഥന്മാർ കാര്യക്ഷമമായി ഈ പ്രശ്നത്തിൽ ഇടപെടുമ്പോഴാണ്, ജനങ്ങളുടെ പരാതികൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഇടപെടേണ്ടതുണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരിടപെടുമ്പോഴാണ് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നത്. ദീർഘകാലമായി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾ പ്രക്ഷോഭങ്ങളും സമരങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കുമ്പോൾ ജനങ്ങളെ ആക്ഷേപിക്കുകയും ജനങ്ങളെ കൊഞ്ഞനം കുത്തി കാണിക്കുകയും ചെയ്യുക എന്ന സമീപനമാണ് ഈ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇവിടുത്തെ RRT വിഭാഗം കാര്യക്ഷമമല്ലാതെ മാറുന്നതിൻ്റെ പ്രശ്നമുണ്ടാകുന്നത്. തുടർന്ന് സമരക്കാരുമായി പീരുമേട് സർക്കിൾ ഇൻസ്പെക്ടർ, എരുമേലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എന്നിവർ നടത്തിയ ചർച്ചയുടെ ഫലമായി വണ്ടംപതാലിലെ RRT സംഘത്തെ കൂടി പീരുമേട്ടിൽ വിന്യസിക്കും എന്ന് ഉറപ്പ് ലഭിച്ചു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്തിയതിനു ശേഷം മാത്രമേ ഫെൻസിംഗ് പണികൾ ആരംഭിക്കൂ എന്നും രാത്രിയിലും പകലും ആനശല്യമുള്ള പ്രദേശങ്ങളിൽ RRT സ്ക്വാഡിൻ്റെ സേവനം ഉറപ്പുവരുത്തുമെന്നും അതിനായി പ്രദേശവാസികളുടെ സഹായം തേടുന്നതിനും തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, പീരുമേട് ലൈവ്.